would request you all to be kindly seated. This place where we are right now was once a spot where, from what I've heard, was purchased to be a place where kids of that particular family would spend their weekend. Away from the hustle and busy streets and the city and all the noise and the pollution of Chennai city. This is the perfect destination where nature, peace and tranquility come together, and the ultimate place for worship. I'm not taking anything further. Let me begin this program. ദൈവത്തിന്റെ ധന്യതിനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. അഭിവന്യ ഇടവക മെത്രാപ്പോലീത്ത ഡോക്ടർ യൂഹാനൻ മാർ ദിയോസ്കോറോസ് തിരുമേനി, ഇന്നത്തെ നമ്മുടെ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുവാൻ തക്കവണ്ണം നമ്മുടെ കൂടെയായിരിക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ കൗൺസിലർ മിസ്റ്റർ അണ്ണാമലൈ, വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന വന്യരായിരിക്കുന്ന വൈദികരെ, സുഹൃത്തുക്കളെ, കർത്താവിൽ സ്നേഹം നിറഞ്ഞ എല്ലാ പ്രിയപ്പെട്ടവരുമേ, വളരെയധികം സന്തോഷത്തോടും അതിലുപരി ദൈവാശ്രയ ബോധത്തോടും കൂടി നിൽക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ. 1978 നവംബർ മാസം 29-ാം തീയതി ബ്രോഡ്വേ കത്തീഡ്രൽ അംഗമായിരുന്ന ബഹുമാനപ്പെട്ട ഭാഗ്യ സ്മരണാർഹനായ PM ജേക്കബ് അങ്കിളിനും ബേബി ആന്റിക്കും ദൈവം തോന്നിച്ച ഒരു നിമിത്തമാണ് ഇന്ന് ഈ ദേവാലയം ഇവിടെ ഉണ്ടാകുവാൻ കാരണം. ദൈവത്തിന്റെ ആ തോന്നൽ സഭയ്ക്ക് ഒരേക്കർ സ്ഥലം വളരെ സന്തോഷത്തോടെ നേർച്ചയായി സമർപ്പിച്ചുകൊണ്ട് ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ ആ ദമ്പതികൾ തീരുമാനിച്ചു. അതിൻ്റെ ഒരു പൂർത്തീകരണമായിട്ട് ഇന്ന് ഈ ദേവാലയം ഇവിടെ നിൽക്കുകയാണ്. We have in our midst our area councillor, Shri Abraham Annamalai, who is also a native of this place in Jambakkam. By profession, he has been dealing in real estate for the past 25 years. He is a public servant and is involved in lot of charity and church activities.
I request Shri Abraham Annamale to deliver the inaugural address. கர்த்தருடைய நாமத்துக்கு ஸ்தோத்திரம் உண்டாவதாக. இந்த மாலை நேரத்தில் சர்ச்சிபுல் ட்ரஸ்டி திறப்புழாவிற்கு இங்கே வந்திருக்கின்ற தலைமை போதகர் ஐயா அவர்களையும் மற்றும் வந்திருக்கின்ற போதகர் ஐயா அவர்களையும் வருக வருக என வரவேற்று கவுன்சிலர் மிஸ்டர் ஏப்ரஹாம் അണ്ണാമലൈ അവர்களே, കത്തീഡ്രൽ പള്ളിയുടെ മുഖ്യ ട്രസ്റ്റി ആയിരിക്കുന്ന പ്രിയപ്പെട്ട KV മാത്യു എങ്കൽ അവர்களே, രണ്ടാമത്തെ ട്രസ്റ്റി ആയിരിക്കുന്ന പ്രിയപ്പെട്ട സുനിൽ, ശ്രീ KA ജോണി, സഭയുടെ മാനേജിംഗ് കമ്മിറ്റി മെമ്പേഴ്സ് ആയിരിക്കുന്ന ബഹുമാനപ്പെട്ട ഷാജി ജോൺ, PS തോമസ്, KM തോമസ്, ഭദ്രാസന ഓഡിറ്ററായിരിക്കുന്ന പ്രിയപ്പെട്ട ജോസഫ് സാർ, ഇവിടെ ആയിരിക്കുന്ന മറ്റ് വിശിഷ്ട വ്യക്തികളെ, കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, എല്ലാവർക്കും തൃത്വനാമത്തിൽ വന്ദനം. പ്രസിഡൻഷ്യൽ അഡ്രസ്സാണ്. എന്താ പറയേണ്ടത് എന്നൊരു സംശയം. ഇങ്ങനൊരു പരിപാടിയിൽ ആദ്യമാണ്. ഇടവക പ്രഖ്യാപിച്ചു, അതിന്റെ ഉദ്ഘാടനം ഇവിടെ നടക്കുന്നു. നിങ്ങളെല്ലാവരെയും ഇവിടെ കാണുന്നതിൽ ഞാൻ സന്തോഷിക്കുന്നു. നല്ല ചൂടുണ്ട്. ചുമ്മാ പറഞ്ഞതാ കൂളാണെന്ന്. പക്ഷെ നിങ്ങളെല്ലാം ഒരുമാതിരി തണുത്തിരിക്കുന്നു. നല്ലതുപോലെ ചൂടായി തന്നെ ഇരിക്കണമെന്നുള്ളത് ഞാൻ നിങ്ങളോട് സ്നേഹപൂർവ്വം അറിയിച്ചോളട്ടെ. ബ്രോഡ്വേ സെന്റ് തോമസ് കത്തീഡ്രൽ ഇടവകയോട് നാം എല്ലാവരും മലങ്കര സഭയുടെ ഭദ്രാസനത്തിലെ മക്കളെല്ലാവരും ഒരുപോലെ കടപ്പെട്ടിരിക്കുന്നു. ആ കടപ്പാടിന്റെ ഒരു പൂർത്തീകരണമാണ് നാം ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ആയിരിക്കുന്നത്. രണ്ടുപേരെ ഇവിടെ പ്രത്യേകം ഓർക്കണം. മിസ്സിസ് ആൻഡ് മിസ്റ്റർ ജേക്കബ്, അവരുടെ മകൻ പ്രിയപ്പെട്ട വർഗീസ് ഇവിടെ ഇരിപ്പുണ്ട്. അവരെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് അവർ സ്വർഗത്തിലിരുന്ന് ഇത് കാണുന്നു. മകൻ ഭൂമിയിലിരുന്ന് അത് കണ്ട് ആനന്ദിക്കുന്നു. എല്ലാവിധ സന്തോഷവും സഭയ്ക്ക് മുഴുവനും വേണ്ടി ആ പ്രിയപ്പെട്ട മാതാപിതാക്കളുടെ മുമ്പാകെ സമർപ്പിക്കുന്നു. അത് ഏറ്റുവാങ്ങി അവരെ അറിയിക്കണമെന്നുള്ള കാര്യം പ്രത്യേകമായി പ്രാർത്ഥനയിലൂടെ അറിയിക്കണമെന്നുള്ള കാര്യം പ്രിയപ്പെട്ട ഗീവർഗീസിനോട് ഞാൻ ആവശ്യപ്പെടുന്നു. ഇന്ന് ഇവിടെ വലിയ ഒരു ചാരിറ്റി പദ്ധതി ഉദ്ഘാടനം ചെയ്യുന്നതായിട്ട് അറിയുവാനായിട്ട് സാധ്യമായി. വളരെ സന്തോഷം. ഇതിന്റെ ക്രോണോളജി നാൾ വഴിയിലേക്ക് ഒന്ന് കടന്നു പോകുമ്പോൾ 2 പതിറ്റാണ്ട് കാലം മുമ്പുള്ള ഒരു ചരിത്രം ഇതിന്റെ പിന്നിലുണ്ട്. ഇന്നലെകൾ ചരിത്രമായി, ഇന്ന് അത് വ്യക്തമായി തീരുന്നു, നാളെ അത് സ്വപ്നങ്ങളായി തീരുകയാണ്. ഇന്നത് സാക്ഷാത്കരിക്കും. ഇന്നലെ ചരിത്രമാണ്, ഇനി സ്വപ്നങ്ങളാണ്. ഒരുപാട് നല്ല സ്വപ്നങ്ങൾ കാണാൻ ഇടവയ്ക്കിടയായി തീരട്ടെ. ആ സ്വപ്നങ്ങളൊക്കെയും പൂർത്തീകരിക്കാനിടയായി തീരട്ടെ. ഇന്ന് ഇവിടെ പലരെയും ആദരിച്ചു. ആ കൂട്ടത്തിൽ മറന്നുപോകാൻ ഒരിക്കലും സാധ്യമല്ലാത്ത വ്യക്തിയാണ് ജേക്കബും കുടുംബവും. മിസ്സസ് ആൻഡ് മിസ്റ്റർ PM
ജേക്കബ്, അദ്ദേഹത്തിൻ്റെ ഒരു നല്ല മനുഷ്യൻ്റെ, നല്ല ഹൃദയത്തിൻ്റെ, നല്ല ഉരുത്തിരിഞ്ഞ, നല്ല ശോഭനമായിരിക്കുന്ന, മാതൃകയാക്കാവുന്ന, മഹത്വം ബൃഹത്വമാകുന്ന ഒരു വലിയ അനുഭവമാണ് നാം ഇരിക്കുന്ന മണ്ണ്. ഒരിക്കലും വിസ്മരിക്കപ്പെടുന്നില്ല. ഇവിടെ ആ കാലഘട്ടത്തിൽ ഈ ബ്രോഡ്വേ പള്ളിയിലെ ഈ ഉദ്യമത്തിലൊക്കെയും പങ്കുചേരാൻ ദൈവം തന്നത് ഒരു വലിയ ഭാഗ്യമായി ഞാൻ കാണുകയാണ്. അതൊരു നല്ല സന്ദർഭമായി കാണുകയാണ്. എങ്കിലും നിങ്ങൾക്കറിയാം, ഇവിടുത്തെ പ്രിയപ്പെട്ട വികാരി അച്ഛൻ ഓർപ്പിച്ചതുപോലെ ചരിത്രത്തിൻ്റെ പല പുതിയ ആശയങ്ങളും അദ്ദേഹം നമുക്ക് നൽകി. എങ്കിലും പ്രിയപ്പെട്ടവരെ, ഈ സന്ദർഭത്തിൽ അതിന് മുഖാന്തരമായ പിതാക്കന്മാരെ ഓർക്കുകയാണ്. In this chapel on all Sundays. At present, he is the managing committee member of the Malankara Association and also a member of the Executive Council of Madras Diocese. We kindly invite Reverend Father C.A. Isaac to felicitate us. അഭിവന്യ തിരുമേനി, വിശിഷ്ട അതിഥികളെ, വൈദിക ശ്രേഷ്ഠരെ, എല്ലാ പ്രിയപ്പെട്ടവരുമേ, അഭിവന്യ തിരുമേനിയുടെ ഒരു പ്രസംഗം കഴിഞ്ഞാൽ പിന്നെ പ്രത്യേകിച്ച് ഒരു പ്രസംഗത്തിൻ്റെ ആവശ്യമില്ല. ബാക്കി നല്ല സമൃദ്ധമായ സദ്യ അഭിവന്യ തിരുമനസ്സുകൊണ്ട് സുഖമായി ഈ വിളമ്പി തരത്തക്കവണ്ണമുള്ള തരത്തിൽ ദൈവത്തിൻ്റെ ഒരു വരദാനമായി തിരുമേനയുടെ നാവിൻ തുമ്പിൽ അങ്ങനെ കർത്താവ് അനുഗ്രഹിച്ച് നല്ല ഭാഷാ വിളയാട്ടം കൊടുത്തു കഴിഞ്ഞിരിക്കുന്ന വ്യക്തിയാണ്. ആ തിരുമേനയുടെ പ്രസംഗത്തിന് ശേഷം വരുന്നതെല്ലാം നല്ല സദ്യയ്ക്ക് ശേഷം ഒരു ചില ജീരവെള്ളം കുടിക്കുന്നത് പോലെയും ഒരു എന്തെങ്കിലും ഒരു ചെറിയ ഒരു മുറുക്കുന്നത് പോലെയൊക്കെ ബാക്കിയുള്ള എല്ലാ പ്രസംഗങ്ങളും ഉള്ളൂ. ബാക്കിയെല്ലാം ഷുവാണ്. അതുകൊണ്ട് തിരുമേനിയെ ഞാനിപ്പോൾ എഴുന്നേറ്റപ്പോൾ തന്നെ തിരുമേനി പറഞ്ഞു, അച്ഛൻ ആദ്യം നീട്ടല്ലേ എന്ന് പറഞ്ഞു. ഞാൻ തന്നെ തിരുമേനി പറഞ്ഞ് നീട്ടത്തില്ല എന്ന് ഞാൻ പറയുകയും ചെയ്തു. ഇവിടെ പറഞ്ഞതെന്ന് ചോദിച്ചാൽ, ഇവിടെ ദാനത്തിന്റെ മഹത്വം എന്നാണ് അവിടെ ടൈറ്റിൽ. ഇവിടെ ഞാൻ ഈ ആഘോഷങ്ങളെല്ലാം നോക്കുമ്പോൾ എൻ്റെ മനസ്സിൽ തേർന്ന ഒരേ ഒരു ടൈറ്റിൽ ദാനത്തിന്റെ മഹത്വത്തിന്റെ ആഘോഷമാണ്. ഈ ദാനത്തിന്റെ മഹത്വത്തിന്റെ ആഘോഷം എന്ന് ഞാൻ പറയുന്നത്, ഇത് വർഷങ്ങൾക്ക് മുൻപ് ഈ സ്ഥലം നമ്മുടെ ബഹുമാനപ്പെട്ട PM ജേക്കബ് അങ്കിൾ ദാനമായിട്ട് കൊടുത്തതാണ്. അതൊരു ദാനമാണ്. ആ ദാനം അന്ന് കൊടുക്കുമ്പോൾ ഈ ഒരേക്കർ സ്ഥലത്തിന്റെ അന്നത്തെ വില നമുക്ക് നിശ്ചയിക്കാവുന്നേ ഉള്ളൂ, ഊഹിക്കാവുന്നേ ഉള്ളൂ. എന്നാൽ രാജാവിന്റെ കയ്യിൽ നിന്ന് കിട്ടിയ രാജാവിന് കൊടുത്ത നെല്ല് ഈ ഭിക്ഷക്കാരന്റെ കയ്യിലെ സഞ്ചിക്കകത്ത് സ്വർണമണിയായി അത് വികസിച്ച് വർദ്ധിച്ച് സമൃദ്ധമായതുപോലെ ഇന്ന് ഇത് കോടാനകോടികളുടെ സ്വത്തായിട്ട് വർദ്ധിച്ചിരിക്കുന്നു. അത് നമ്മൾ നോക്കുമ്പോൾ ദൈവത്തിന് നമ്മൾ കൊടുക്കുന്ന ചെറുതായിരുന്നാലും വലുതായിരുന്നാലും എത്ര കൊടുക്കുന്നോ അത് കോടാനകോടിയായിട്ട് തിരിച്ച് മടങ്ങി വരുന്നു എന്നുള്ളതിന്റെ വലിയ യാഥാർത്ഥ്യം നമ്മൾ അനുഭവിക്കാൻ ഇവിടെ ഇത് ഒരു വലിയ അന്വർത്ഥമായ സംഭവമായിട്ട് മനസ്സിൽ തോന്നുന്നു. ഇവിടെ ഞാൻ പറഞ്ഞതെന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെ ഈ സ്ഥലം ജേക്കബ് അങ്കിൾ കൊടുത്തിരിക്കുന്നു. ഇത് പള്ളിക്ക് കൊടുത്തില്ലായിരുന്നെങ്കിൽ ഇവിടെ 5, 8, 10 ഫ്ലാറ്റുകാർ വന്നേനെ. ആ ഫ്ലാറ്റുകാർ കൊടുത്തേനെ, അവർ മറ്റാർക്കെങ്കിലും വിറ്റേനെ, അവർ പിന്നെ വിറ്റ് ആരുടെയൊക്കെയോ കയ്യിലായിട്ട് മറിഞ്ഞേനെ. എന്നാൽ നൂറ്റാണ്ടുകൾ മറിഞ്ഞാലും മറിയപ്പെടാത്ത കരങ്ങളിലേക്ക് ഇത് കൊടുത്തത് കൊണ്ട് ഇവിടെ എക്കാലവും ജേക്കബ് അങ്കിൾ സ്മരിക്കപ്പെടുകയാണ്. ബ്രോഡ്വേ പള്ളി സ്മരിക്കപ്പെടുന്നത് പോലെ, ദേവാലയങ്ങൾ സ്മരിക്കപ്പെടുന്നത് പോലെ നമ്മുടെ പല ആളുകൾക്കും ഇന്ന് കൊടുക്കത്തക്കവണ്ണം കർത്താവ് ധാരാളമായി തന്നിട്ടുണ്ട്. Thank you. As an independent church, we decided to start a charitable trust in the name of St. Mary's Charities. Mr. Kurian Paul and Mr. John Kochuman have been nominated as secretary and trustee. To start with, a sum of 50,000 will be deposited in the bank, and after the general body's approval, another 1 lakh will be granted to this trust. May we request Mr. Elson Matthew, our trustee, to hand over the check to our beloved Tirumeni and Mr. Kurian Paul to receive the first check from His Grace. We take pride to honor 2 very important personalities for their achievements and contributions to our church. Mr. Shaji Abraham John, who is nominated to the Managing Committee of the Malankara Orthodox Church by the Catholicos, His Holiness Basilios Marthoma Paulos II.
He is the eldest of the three sons of very late Reverend John Korapiskopa and late Chinnamma John, Choitya Kadavil House, Kumbara, Pathanamthitta District, Kerala. An engineer by profession, he has wide experience in international business, especially in the Middle East, US, and Europe. He was the founder director of Air Asiatic, the first private airline in India, and also the director of TKM Infotech Kochi and TKM Global Research Foundation, Coimbatore. He has also served as the secretary of the St. Mary's Orthodox Velia Cathedral, Kumbara in Kerala, and was also the managing committee member of St. Gregorios Mahayadavaga in Kuwait. Currently, he is one of the directors of the International Aviation Academy in Salem. May we request our Tirumeni to honor Mr. Shaji John Abraham with a memento. സഭയ്ക്ക് മുഴുവൻ ധാരാളം കാര്യങ്ങൾ ചെയ്ത ഒരു വലിയ കോർപ്പറേറ്റപ്പെട്ട മോനാണ്. അതുകൊണ്ടാണ് ഇദ്ദേഹത്തെ പരിശുദ്ധ ഭാവാതിരുന്നതിൽ Thank you, Tirumeni. Mr. Plakal Jacob Givargis, fondly called Kunyamon, is the eldest son of late Mrs. and Mr. P.M. Jacob, who donated this land for the church. He has been associated with our church since inception and faithfully follows his father's legacy. He was involved in various industrial projects that included manufacturing to the stringent standard for the Defense Department of the Government of India. In the private sector, he has pioneered India's energy-saving projects, transforming coal and oil-consuming industries to cost-efficient electrical systems. Today, he heads Thomas Research Foundation, which is a privately funded, non-commercial organization developing photovoltaic solar energy systems. He lives true to his favorite line of prayer, "Thy will be done on earth as it is in heaven." We request Tirumeni to honor Mr. Givargis with a memento. But it is a token of our heartfelt, deep love. Thank you, Tirumeni. Next, we move to introducing the first elected office bearers of the church for the year 2012-13. But before we introduce, a word of thanks is required to be conveyed to the previous committee members who served the church from September 2011 when it became independent. We thank Mr. V. Varghese, Trustee, Mr. P.S. Daniel, Secretary, committee members Mr. Ravi Abraham, Mr. Punus Martin, Mr. Mamachan G, and Mr. Saji Patros. May we request the new office bearers to come to the stage as we read out the names and get the blessing from our beloved Tirumeni. Mr. Elson Matthew, Trustee, Mr. J. Kurian, Secretary, committee members Mr. Alex P. Alex, Mr. G. Mamachan, Mr. Praveen Thomas, Mr. Saji Patros, Mr. Cherian NK,
Dr. Matthews Joe, and Mr. V. Varghese. Thank you, Tirumeni. As a part of a charity fundraising program, charity box will be distributed to all our members. We wish to take this opportunity to thank Mr. V.A. Kurian and Mr. Kurian Paul who kind-heartedly sponsored the boxes. May we request our beloved Tirumeni to inaugurate the charity box distribution by handing over the first box to Mr. C. Kunyonyo, senior member of our church. Thank you, Tirumeni.